everyone, welcome to my channel. And yes, the movie that I will be watching right now, I'm very excited because I've heard really good things about this film. It's Sarvam Maya, stars Niveen Pauly, and the only thing I know, I've not watched any of the trailers or anything for this, any promo material, but this was like a surprise hit of 2025, end of the year. This is the movie that delivered beyond expectations apparently. So the only thing I know is it's a horror comedy. That's it. So I don't want to delay this any further. So good to see finally Niveen having a comeback. Very, very nice. Very, very happy for him. And yeah, let's watch this movie right now. The last part. Announce ചെയ്യുമ്പോൾ അവസാനം എന്റെ പേര് കൂടെ പറഞ്ഞേക്കണേ. ഗ്രൂപ്പ് മാനേജർ സജീവ് പട്ടാമ്പി ട്ടാ. എന്താ? സജീവ് പട്ടാമ്പി. എടാ റസാഖേ, യൂറോപ്പ് ട്രിപ്പിന്റെ വിസ നട. അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുള്ള സഹിച്ചേട്ടാ. ഷടാ, എന്തു പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗാ. ആരടാ? കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ സേവിയർ ലിൻഡോ കുണ്ടറദാസ്. വയലിൻ സെറ്റപ്പ് ഫുൾ ഉണ്ട്. തുമ്പ ജോയ്. ഇലക്ട്രിക് ഗിറ്റാർ. His visa is not cleared. റസാഖേ, നമ്മുടെ പ്രബന്ധന വിസ ഇല്ലാത്തത്. എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. Bro, you're not going. അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്. അപ്പൊ സാധനമൊക്കെ വെക്കാം. നിക്ക് അടിക്കല്ലേ. എടാ, ഇലക്ട്രിക് ഗിറ്റാർ കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? ഓ, അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോ ആ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ട് നോക്ക്. ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനാ. പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? 2 മാസത്തിന് താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടണോ? ഓ, പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ, നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ. നിന്റെ ഈഗോ കാരണല്ലേ പൂണൂല് പൊട്ടിച്ച് പാന്റ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. അല്ല പറയുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആള് നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛന്റെ സപ്തതി ആഘോഷത്തിന് പോകും. നിന്റെ ഏട്ടൻ കുറെ വിളിച്ചതല്ലേ? ശരിയാവൂല. അതേ, ഈ മോരടന്മാരായ അച്ഛന്മാര് ഒരു 10-70 വയസ്സോ കഴിയുമ്പോ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രമുണ്ട്. നീ ഫുഡ്, റെന്റ് ഇതിന്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? So basically he goes back home and then all the stuff happens, probably the horror comedy bit. We'll see. ഇതാണ് മൂത്തയാള് ദീപാങ്കരൻ. താഴെയുള്ള ആളെവിടെ? അയാള് വരാൻ വൈകും, നമുക്ക് എടുക്കാം. ആയിക്കോട്ടെ. Okay, bro is here. വെളിച്ചന്റെ മെയിൻ ആളെത്തിയല്ലോ. ഇന്ദു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. എടോ, താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഒന്ന് ഹാൻഡിൽ ചെയ്യേ. Oh, he's also there. പക്ഷേ ഓർഡർ മേഡമാണ്.
ഓ ഇങ്ങോട്ട് വരാം. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. ശ്രീകുട്ട, ആ ചൂലൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കി. ചൂലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ, പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ ഉണ്ട്. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ട. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നേ. ആണോ? എന്നിട്ടാണോ നിങ്ങൾ എനിക്ക് പകരം വേറെ പരികർമ്മിനെ അന്വേഷിച്ച്? അയ്യേ, ഞാനങ്ങനെ ചെയ്യുവോ? അയ്യോ, ഒരു മിനിറ്റ്. ശ്രീകുട്ടൻ തട്ടിപ്പ കാര്യം ഞാനിങ്ങനെ പറഞ്ഞാല് എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ രൂപ. പിന്നെ ആ മാഡം തന്ന 500 രൂപ ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. സദ്യ എവിടേക്കാ? തൃശ്ശൂര്. ആഹാ, ഇന്തൊരു ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പാ സത്യത്തില് സദ്യ ഗംഭീരായിരുന്നു. ലേറ്റ് ആയി ഒന്നും ഇല കഴിക്കാൻ പറ്റിയില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോ സ്വന്തം പേര് ഇങ്ങനെ പറയുന്നത് വളരെ ബോറാണ് അച്ഛാ. ഹലോ, അമ്മ ഫോണിൽ തന്നെ. വല്യച്ഛൻ എങ്ങനെയുണ്ട്? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ, നിനക്ക് തോർത്തെടുക്കണ? വേണ്ട, ഞാൻ വിളിച്ചിട്ടാണ്. അമ്പലക്കുളത്ത് പോയിട്ട് വരാം. രൂപേ, നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? അച്ഛന്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ, നീ ആളും ബഹളമൊക്കെ ആയിട്ട്. എടാ, നിനക്ക് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നൂടെ? പരികർമ്മയായിട്ട്. നടക്കില്ല. നീയും ദീപേട്ടനും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? നീ പഠിച്ച അത്രയും പോലും ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ലേ. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അത് ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യാണ് ദൈവം കരുതിയാ പോരെ. നീക്ക് ഏതാടാ അവന്റെ ജീൻസ്, ബാഗ്, മാല വെട്ടിക്കോണം നാളെയും മുടി താടിയൊക്കെ. ഓടിക്കടേ അവരത്തിന് ഐഡിയ എനിക്കാ. എന്തിന്? Oh no! Oh no! Is he ever going to meet the father? ഒരു 200 rupees ഉണ്ടാ. ഇന്നലെ എറണാകുളം വരെ പോയിട്ട് ഒന്നും തടഞ്ഞില്ല. ഫുൾ സ്റ്റോക്ക്. Still not met his father, man. ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. Oh. എന്താ? അല്ല, കുഴപ്പമില്ല. ആര്, ഞാനോ? അതല്ല, എന്താ കാര്യച്ച പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവും. എത്രയുണ്ട്? ഒരു 200. 100ന്റെ ആയിട്ട് മതിയോ? അല്ല, 200 ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പൊ അത് ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ. എന്നാ ജസ്റ്റ് അങ്ങ് പുറത്തിറങ്ങിയാ പോരെ? Oh God. ഒരു ചായ കൂടി കുടിക്കാൻ കരുതി. ഓ, ഒരു മിനിറ്റ്. ദാ, He bought a 3 tea. ഗ്ലാസ് ചായ ഉണ്ട്. ആവശ്യമുള്ളപ്പോ ഒഴിച്ചു കുടിച്ചോ. ഓക്കെ അല്ലേ? Oh God. അതൊക്കെ ഇല്ലത്തിന് പുറത്ത് ചായ കഴിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വക അപ്പടിയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? Why didn't the dad just give 200 rupees? സ്വന്തം കാര്യം മാത്രം. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. വിപന്നകാലേവി ധിയോനഹാനി. ബാക്കി എന്താ കേക്കട്ടെ? തനിക്കറിയാവുന്ന ശ്ലോകമല്ലേ? He knows it, na? പുനശ്ച സംപ്രാപ്യതേ That's ധനാഗമഃ. what. കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല. അത് ഉപയോഗിച്ചാൽ പിന്നെ സമ്പാദിക്കാൻ പറ്റും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കണോ? Okay. Getting interesting. ഞാൻ റെഡിയാണ്. I'll become the. Okay. പൂണൂലിടാൻ, പൂജ ചെയ്യാൻ ഞാൻ റെഡിയാണ്. Okay. Oh, now the credits are starting. Just a sec.
beautiful. The landscape, man. Kerala is stunning, man. I don't know when I'll go back for holiday. എന്തോ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ച് നിന്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓ ഓ അത് കിട്ടണം, അത് കിട്ടണം. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ആ തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാരും വാ വന്നിരുന്നോ. എന്തേ തിരുമേനിക്കിരിക്കണ? ഇരുന്നോ, ഐശ്വര്യമായിട്ട് ഇരുന്നോ. നിങ്ങടെ മാറി തിരുമേനി ഇരിക്കട്ടെ. ഇരുന്നോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനെ അമ്മനെ ആരെന്ന് വെച്ചാൽ വിളിച്ചോ സാറിന്റെ കയറി നാടട്ടെ. ഇങ്ങോട്ട് വടക്കേ It'll break. He's under the cage. രൂപേ Oh no. ഒട്ടുമില്ല. ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പൂജ ചെയ്യാനുള്ള പ്രാപ്തിക്കായി തന്നെ സമ്പാദിക്കാനും ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതെ, ഞാനിത് സ്ഥിരമാക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് ഫിനാൻഷ്യൽ സെറ്റായാൽ ഞാൻ തിരിച്ചു. നീ പോയിക്കോ. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. നാളെ മുതൽ നിനക്ക് പൂജ ചെയ്ത് കിട്ടുന്നതിൽ 50-50. പൂജ ചെയ്യണത് ഞാനല്ലേ? പക്ഷെ പൂജ പിടിക്കണം ഞാനല്ലേ. രൂപേ എന്തോ ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രൊഫഷണൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാവില്ല. No, I assumed they were doing it 50-50 because he got him on board, right? 60-40. മതി 40 മതി. Oh, I assumed that they were splitting it already. Well, faith is a very personal thing. I mean, there's nothing wrong in being an atheist. പ്രഭേ എടാ ഒരു മിനിറ്റ് ഇപ്പൊ തീരും. ആ പ്രഭേ, പൈസ പറഞ്ഞായിരുന്നു. കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയ നമ്മളോട് രക്ഷപ്പെടുത്തണേ. ചുമ്മാ. രൂപേ എന്തോ എടാ നീ എവിടെയാ? അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയിലെ ഒരു മ്യൂസിക് ഡയറക്ടർ വിരാജ് ത്രിവേദി, അങ്ങേർക്ക് അന്ന് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. കൺഗ്രാറ്റ്സ്, അത് കളിക്കി. എടാ നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിലൊരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാൻ കരുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ. അതിന് ഏത് പടമാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല. പറഞ്ഞില്ല. എടാ അതെ, നാളെ ഒരു പൂജയും കൂടെ പിടിക്കാൻ പറ്റുമോ? സന്ധ്യ കഴിഞ്ഞ് മതി. വൻ ഓഫറാ. കൃഷ്ണനുണ്ണി ജ്യൂസിൽ ഇന്ന് വരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന ചെക്കൻ്റെ ദേഹത്തൊരു പ്രേതബാധ. That's where the horror thing എനിക്ക് ബാധ ഒഴിപ്പിക്കാൻ starts. അറിഞ്ഞൂടാ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് മന്ത്രങ്ങളും വിധികളും ഞാൻ PDF ആക്കി വാട്സപ്പിൽ അയച്ചു തരാം. ബാക്കിയൊക്കെ സുദർശന ഹോമത്തിന്റെ സെയിം സെറ്റപ്പ്. വേണമെങ്കിൽ കുറച്ച് തീയും പൂക്കളും കൂട്ടിക്കൊരു പഞ്ചിന്. എടാ പ്ലീസ്. ശരി, പിന്നെ 60-40 മറക്കല്ലേ. ഓക്കെ. എടാ പ്രഭേ സോറി, ഇന്നില്ല. വിരാജ് സാറിന്റെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകല് ഉറക്കം. Oh no. കുഴപ്പമില്ല, ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. തനിക്ക് പൂജക്കൊക്കെ പോണ കാർ എടുക്കാട്ടോ. വേണ്ട, ഞാൻ ഈ ഓട്ടം തന്നെ പൊക്കോളാം. Tension still. Tensed relationship. Will they reconcile? I hope so. ഈ സമയത്ത് ഇവിടെ എന്ത് പൂജയാണ് തിരുവാനി? ഭഗവത്സേവയാ? ഒരു പ്രേതം ഒളിപ്പിക്കാണ്ട്. Okay. യെസ്, രൂപേഷ് വിളിച്ചിരുന്നു. സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണം. വേണ്ട, കൂടെ ഒരു He left. ഞാൻ ഡ്രൈവറെ വിളിക്കാം. ഇവിടെ വെച്ചോട്ടെ. ആ, ഇനി പുൽപ്പായ മാത്രം പോരെ? മതി. 10 മിനിറ്റ് ഞാൻ ആളെ വിളിക്കാം കേട്ടോ. ഓ ദീപ്തിയേച്ചി, 10 മിനിറ്റിനകം റെഡിയാവും. ഡോക്ടറൊന്നും കാണിച്ചില്ലേ? നിംഹാൻസിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ റാഫേൽ. മിടുക്കനാണ്. അദ്ദേഹത്തെ കാണിച്ചു, മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് ഒരേ നിർബന്ധം, പൂജ നടത്തണമെന്ന്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല.
ഇരുന്നോളൂ. ഇരിക്കുമനെ ഇരിക്കടാ. മാഡം കൂടി ഇരുന്നോളൂ. എന്ന് മൂലം തുടങ്ങിയത്? ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞോണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ 24 hours ഞാൻ കൂടെ തന്നെ വേണം, ബാത്റൂമിൽ പോകുമ്പോഴും. ഈ പൂജ കഴിയുന്നോടെ അത് ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. What if the spirit starts following him after this? Okay. 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 Skewered. He did something. He did something that prompted. ഞാൻ പറഞ്ഞതല്ലേ. I'm telling you, the spirit is going to follow him now. പ്രേതം ഒഴിഞ്ഞു പോയെന്നെയാ. ഞാൻ അയച്ചെന്ന മന്ത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നേ. എനിക്ക് തോന്നുന്ന മെഡിസിൻ എഫക്ട് ഇപ്പോഴേ. Sorry. എന്നാൽ 60,000 രൂപയ്ക്ക് പകരം വക്കീൽ 1,00,000 രൂപ തരണമെങ്കിൽ എന്താ പൂണൂലിട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഈശ്വരന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. അപ്പൊ ഞാൻ എന്നാലാവുന്ന വിധം ജെന്യുവനായിട്ട് ആത്മാർത്ഥയോടും ചെട്ടിയോടും കൂടി എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ At least he's doing it honestly. Like, ഞാൻ 3 പൂജ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി. അത് കേട്ട് ബ്രേക്ക്. ഇല്ല. ഹലോ, ഇന്നത്തെ ഹോമത്തിലുള്ള വെള്ളിയുടെ രൂപ ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? അതിലേറ്റവും ചെറുത്. ഓക്കെ ഇതെടുത്തു. പിന്നെ തിരുമേനയുടെ വാട്സപ്പ് ഡിപ്പിയിലുള്ള ആ ചൈനക്കാരൻ ഏതാ? okay. അതൊരു കൊറിയൻ സിംഗറാ. ഓ അത് ശരി. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആള് മാറിപ്പോയി. ഹലോ, പ്രഭേന്ദു അല്ലേ? ഞാൻ ശ്രീകുട്ടൻ, രൂപേഷേട്ടൻ്റെ പരിഹാരമായിരുന്നു. 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാറ് വായിച്ച് നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. നമ്മളാണല്ലത്. പോരാത്തിന് നിരീശ്വരവാദിയും. ശിവ ആരും അറിയണ്ട. അതുകൊണ്ട് കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ? ഞാൻ കൂടെ ഉള്ള തന്നെയാ തനിക്ക് നല്ലത്. ഓക്കെ അല്ലേ? ഓക്കെ. What a wild person. Okay. He got instant karma.
ഐശ്വര്യ അതിനെന്ത്? പോയി പ്രബന്ധ ചേച്ചിനെ വിളിച്ചോട്ടാ, ഞാൻ നേരിട്ട് കൈ കൊടുത്തോളാം. ചേച്ചി അല്ല ചേട്ടൻ. ചേട്ടനോ? ആ എന്നാ പോയി ചേട്ടനെ വിളിച്ചിട്ട് വരിക, ഞാൻ ഇത് നോക്കിക്കോളാം കാക്കൊത്താതെ. Why are people assuming Prabhendu as പ്രബന്ധു എൻ നമ്പൂതിരി മുല്ലശ്ശേരി മന താങ്കൾ തന്നെയാണോ? a girl's, like a woman's name? Is it a girl's name? എടോ അതിന് തന്റെ ആപ്പ് എന്റെ മൊബൈൽ Doesn't sound like that to me. ഉണ്ടല്ലേ, ഒരു OTP വരുമെന്ന് പറഞ്ഞിട്ടു. 620 620 409. 409. ഓക്കെ. എടോ ഇതിന്റെ പേയ്മെന്റോ? അതൊക്കെ കിട്ടി. പേയ്മെന്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് അതിന് ഞാൻ എന്റെ ആഡ്. അതുകൊണ്ടല്ലേ. എടോ ഇതെന്തോ മിസ്റ്റേക്ക് ആണ്, ഇത് റിട്ടേൺ ചെയ്തോ? ഇതെനിക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നീ കമ്പനിയിൽ നിന്ന് റിട്ടേൺ ടോക്കൺ വരണം, 2 ദിവസം എടുക്കും. എടോ സത്യം ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയം എടുത്ത് കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. Okay. Oh. Okay. ഹായ്. അയ്യോ ടെൻഷനാവണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. Who's she? ബൈ. Oh, she's like a friendly spirit or something. I like how casually she's like, I'm gonna meet you later. Bye. He would definitely think that it was a dream or something. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഒരു സുന്ദരി പെൺകുട്ടി. അത് കല്യാണപ്രായം കഴിച്ച ബാച്ചിലേഴ്സ് ഈ പ്രായത്തിൽ ഞാൻ പോലും കാണുന്നു. പിന്നെ ഇതല്ലെന്നേ, ശബ്ദവും കേട്ടു ക്ലിയർ ആയിട്ട്. ഇത് മോഡേൺ, പേടിപ്പിക്കലൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ഇരിക്കുക മൊബൈലൊക്കെ നോക്കി. ചേട്ടാ നീ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേക്ക്, എനിക്ക് ഒരു കൂട്ടാവുമല്ലോ. Hey. Good morning. Please. Is this? I've not seen her in. കുട്ടൂസിൽ ആൻഡ്രോയിഡ് ആയിരുന്നേ. ആൻഡ്രോയിഡ് എനിക്ക് തീരെ അങ്ങ് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് എ റിലീഫ്. ഏത് കുട്ടൂസ്? അന്ന് പൂജ ചെയ്തില്ലേ, എന്തായിരുന്നു പേര്? മറ്റേ അവിനാഷ്. ഗോഷ് ഹി വാസ് സച്ച് എ ക്യൂട്ടി. പക്ഷെ എന്നാ പേടിയാ, പേടിയെന്ന് വെച്ചാൽ മുഖത്ത് ഒരു നോക്കത്തില്ല. ഇപ്പൊ ഒരാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത്. പക്ഷെ പ്രഭ നല്ല ബ്രേവ്. യു ഗുഡ് ഐ കോണ്ടാക്ട്. ഐ ലൈക്ക് ഇറ്റ്. 10 on 10. പിന്നെ വില പേടിച്ചത് സ്റ്റോറിൽ അണ്ടർസ്റ്റാൻഡ്. ആരായാലും പേടിച്ചു, ഫസ്റ്റ് ടൈം അല്ലേ. പ്രഭേന്ന് വിളിക്കാലോ അല്ലേ? അല്ല, ചാറ്റ്സിലെ ഫ്രണ്ട്സ് പ്രഭേന്ന് വിളിക്കുന്ന കണ്ടിട്ട്. ഓൾസോ ഇറ്റ്സ് സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് നെയിം, പ്രഭേന്ദു. സൂപ്പർ സ്വീറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടായി. ഓട്ടോ 11 മണിക്ക് മതി, ഇപ്പോഴാണ് നോട്ടീസ് വായിച്ചത്. ആ ഫോൺ എടുത്തു, എനിക്കിനി രാത്രി മതി. ഞാൻ ഈ പൂജയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ 3 ദിവസം ഒരു ഫ്ലാറ്റിൽ ഒരു പൂജയ്ക്ക് വേണ്ടിട്ട് പോയിരുന്നത്. ഈ ബാധ കുഴിപ്പിക്കുന്ന ഒരു പൂജയാണ്. അവന്റെ പാരന്റ്സ് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. അവിനാഷ് ഒരു ഇച്ചിരി വണ്ണായിക്കൊള്ള. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, അവൻ ആകെ ബെറ്ററായി. പക്ഷെ ഇപ്പോ അവനുണ്ടായ അതേ സിംറ്റംസ് എനിക്ക്, അവൻ കണ്ടുകൊണ്ടിരുന്ന അതേ പെൺകുട്ടീനെ ഞാൻ കാണും. ഇന്നലെ രാത്രിയിലും ഇന്ന് പകല് വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ശബ്ദവും കേട്ടു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. എത്ര മരുന്ന് കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഡോക്ടർ മനസ്സിലാവുന്നില്ലേ? ഈ പൂജ ചെയ്ത് അവിനാശ പ്രശ്നം മാറ്റി പറഞ്ഞില്ലേ, അതേപോലെ തന്റെ പ്രശ്നം സ്വയം പൂജ ചെയ്ത് മാറ്റിയാ പോരെ? എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ഡോക്ടർ, ഞാനൊരു എത്തിസ്റ്റാണ്. അപ്പൊ ഈ പൂജയുടെ പണിക്കൊക്കെ താനെങ്ങനെ പോണേ? അത് ഞാൻ ബേസിക്കലി ഒരു മ്യൂസീഷ്യനാണ്, ഗിറ്റാറിസ്റ്റ്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കിലാണ്. ഞാൻ ഈ 19 വയസ്സ് വരെ പൂജാവിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഐറ്റത്തിൽ വിശ്വാസം പോയി തുടങ്ങിയത്? ഏത് ഐറ്റാണ് ഡോക്ടർ?
ദൈവം. I think because of the mother. ആവാ. Because mom is not there, na, with them. So I think probably, when the mother was ill, or I don't know how she died. ഒരു ദിവസം ഞാൻ അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ. ചേട്ടനും അച്ഛനും വലിയച്ഛനൊക്കെ ഡൽഹിയിൽ ഒരു പൂജയ്ക്ക് പോയി കയറും. ഞാൻ അമ്മയും കൂടി ദൂരദർശനിൽ AR റഹ്മാന്റെ കോൺസേർട്ട് കാണായിരുന്നു. അമ്മ മ്യൂസിക് കാണും, വീണയൊക്കെ വയ്ക്കും. Okay. ഇല്ലത്തിന്റെ അകത്ത് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഈ അമ്പലം പോലെയൊക്കെ തന്നെ. അവിടെ പൂജിക്കേണ്ട സമയപ്പോൾ ശുദ്ധിയൊക്കെ വരുത്തി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. തേവാരം എന്ന് പറയും. വിളക്ക് കത്തിച്ച് പൂജ തുടങ്ങിയപ്പോൾ അമ്മ ഉറക്കെ വിളിക്കുന്ന കേട്ടു. ഞാനത് മൈൻഡ് ചെയ്തില്ല. പൂജ കഴിഞ്ഞോട്ടേന്ന് എഴുതി. തിരിച്ചപ്പോൾ ഞാൻ കാണുന്നത് അമ്മ സോഫയുടെ താഴെ കമന്ന് കിടക്കുന്നതാണ്. That guilt is. എടുത്തപ്പോൾ തന്നെ മരിച്ചു എന്ന് മനസ്സിലായി. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. Yeah, that kind of guilt sticks with you. നേരെ നോക്കിയത് Yeah. തേവാരം കഴിഞ്ഞ് കത്തുന്ന വിളക്കിലേക്കായിരുന്നു. അവിടെ നോക്കിയാൽ കാണായിരുന്നു. സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണോ തോന്നിയത്. ആ മൊമെന്റില് എനിക്ക് ദയവായിട്ടുള്ള കണക്ട് പോയി. എടോ, ഇതാടോ തന്റെ റിയൽ ഇഷ്യൂ. എനിക്കുള്ളൊരു ഡീപ്പ് ട്രോമ ഉണ്ട്. I feel moments like this, na, when you lose someone that you love so much, someone very close to you, it either this is what I feel. It either pushes you away from faith, or it brings you closer to God. That's what I feel. ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ഈ ട്രോമ ആദ്യം മാറ്റിയെടുക്കാം. മറ്റേ പെൺകുട്ടി ഇനിയും വന്നല്ലോ. വന്നോട്ടെ, വന്ന പോലെ പോവുകയും ചെയ്യും. അതിനുള്ള സൂത്രം ഞാൻ തരാം. നല്ല സുഖമുള്ള ഉറക്കത്തെക്കാളും വലിയ മരുന്ന് ഈ ലോകത്തിൽ. Oh, I agree. ഞാൻ ഓക്കെയാണ്. I so agree. Sleep is the best. I'm a big fan of sleeping. Okay. The fact that he is more skeptical than scared, it's so funny. I love the lighting, the way they've done it. Why does it remind me of Loka? The phone is not there. She needs the phone basically. Huh? What a spirit. All she wants to do is scroll, order, watch reels. She got scared. What's her name? I've not seen her. അയ്യോ, റിലാക്സ്. ഇത് ഡ്രീം ഒന്നുമല്ല. Riya Shibu. ഇപ്പൊ 1:40 ആയി. ഞങ്ങൾ ഇതേ ഇപ്പൊ വാഷ്റൂം. Oh, Preeti Mukundan is also there. As usual, ഫ്ലഷ് ചെയ്തിട്ടില്ല. Wait, I missed that dialogue. അയ്യോ, റിലാക്സ്. ഇത് ഡ്രീം ഒന്നുമല്ല. സമയം ഇപ്പൊ 1:40 ആയി. ഞങ്ങൾ ഇതേ ഇപ്പൊ വാഷ്റൂമിൽ പോയിട്ട് കിടന്നേ ഉള്ളൂ. ആസ് യൂഷ്വൽ, ഫ്ലഷ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്താണ് ചെയ്തിട്ട്. I can do from here. എന്താ ഒരു ശബ്ദം കേട്ടത്? He can't see me. ഞങ്ങൾ എന്നെ കാണാൻ പറ്റത്തില്ല. ഓ എന്തോ ശബ്ദം കേട്ടത് എന്താണത്? അത് വോൾട്ടേജ് കൂടിയിട്ട് ബൾബ് അടിച്ചു പോയാൻ തോന്നുന്നു. ഓ എന്റെ ഇന്നു രാമനാമം ജപിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Yeah, like a million questions. Finally, ചോദിച്ചോ. Who are you? ആരാ? Exactly. I hate to say this, but I think I'm a ghost. Very interesting. എവിടെ കണ്ടേ? റൂമിൽ. എന്താ വിളിച്ചു പറയാഞ്ഞേ? അതിന് ഫോൺ അവളുടെ കയ്യിലല്ലേ? ഉപദ്രവിക്കോ? ഇല്ലായിരിക്കുന്നോ? ഞാൻ
എന്താ പൂട്ടിയിട്ടിരിക്കണേ? പുറത്തു പോരുന്നല്ലോ. പ്രേതോ? Of course, she can get out. തുറക്ക. എണ്ണയോ തേങ്ങയോ തീപ്പെട്ടിയോ എന്താ അച്ഛാ ഇപ്പൊ എടുക്ക? ഞാൻ അകത്തിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണ്ട, സേഫ് അല്ല. എന്നാ നോക്കണേ, നടക്ക. ഓ, ഇങ്ങനെയുണ്ട് ഒരു പേടി. ഇത്തവണ ഞാൻ കുറച്ച് എക്സ്ട്രാ മന്ത്രവാദം കൂടെ മിക്സ് ചെയ്തു ഒരു ഫ്ലേവറിന്. അത് വർക്കായി. എന്താ ഒരു ഡൗട്ട്? ആ, എനിക്ക് നിന്റെ പേടി മാറുമ്പോ പറ. പെൻഡിങ് കുറച്ച് പൂജകളുണ്ട്, അതും കൂടെ തീർക്കാം. എന്നാ പിന്നെ ചെല്ലട്ടെ. അവര് കാര്യം മറന്നു. ചെറിയ മാമനൊരു വിഷമം, നീ അമ്പലത്തിലോട്ടൊന്നും ചെല്ലുന്നില്ലാന്ന്. വല്ലപ്പോഴൊക്കെ ഒന്ന് പോ. എന്താ ഒരു ചിന്ത? മറ്റേ ഐറ്റം അത് പോയി. ഓക്കെ, ഇനി അവള് വരുന്ന എനിക്കൊന്ന് കാണണം. Yeah, right. ഞെട്ടിക്കഴിഞ്ഞു. ആരായുടെ ഐറ്റം? ഡു ഐ ലുക്ക് ലൈക്ക് an item? ലിസൺ, ഞാൻ ഈ സിനിമയിൽ കാണുന്ന പ്രേതങ്ങൾ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? എന്നെ കണ്ട് താനും തന്നെ കണ്ട് ഞാനും മാറി മാറി നോക്കി ഞെട്ടെന്നല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? യെസ് ഓർ നോ? സി, എനിക്ക് പോലും ഈ സിറ്റുവേഷൻ ക്ലിയർ ആയിട്ടില്ല. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഹാപ്പൻ ടു മീ. ആൻഡ് തൻ്റെ കൂടെ ഞാൻ എന്തിനാ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത പോലെ നടക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈവൻ റിയലൈസ് ഹൗ ഹാർഡ് ദിസ് ഈസ് ഫോർ മീ. കർത്താവിനെ ഓർത്ത് ഇനി എന്നെ കണ്ട് പേടിക്കരുത്. എനിക്ക് വെറുതെ ഗിൽറ്റ് ഫീൽ അടിക്കും. കർത്താവോ? ക്രിസ്ത്യാനിയാണല്ലേ? കുരിശുണ്ടോ? എന്താ പർപ്പസ്? ഒരു പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ? ഒരു സേഫ്റ്റിക്ക്. എന്ത് സേഫ്റ്റി? ഒരു മനസ്സമാധാനം. നിങ്ങൾ RC ആണോ? അല്ല. ഓ, യാക്കോബായിരിക്കും. അല്ല. മാർത്തോമയല്ലേ? അതെ. ഇപ്പൊ ഒരു തീരുമാനമായില്ലേ? അല്ലേലും ഞാനീ നിൽക്കുന്നത് ഇത്രയും കുരിശിന്റെ നടുക്കല്ലേ, താനടക്കം. I can't even recall my name. എടുത്തോ. ആ പ്രഭേ, എടാ നീ എവിടെ ആണെങ്കിലും രാത്രി 12 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിൽ എത്തണം. വിരാജ് സാർ വീഡിയോ കോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അടുത്ത പടത്തിന് ചെയ്യുന്ന ട്രാക്കിന് നിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാ. ലോക്കലാണ്, വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ? എന്റെ പൊന്ന് പ്രഭേ, മണ്ടത്തരം പറയല്ലേ. ഇതിപ്പോ നീ വിട്ടാ പിന്നെ ഇല്ല കേട്ടോ. ഞാൻ സാദിക്ക് വാക്ക് കൊടുത്താണ്. നീ മൂടുന്ന വാങ്ങിയിരിക്കാൻ വരാൻ നോക്കിയപ്പോ തന്നെ മണി 5 ആയി. ഞാൻ വരാം. I'm really interested in her backstory now. പ്രഭേ, റെഡി. പുള്ളി വന്നിട്ടുണ്ട്. ഹായ് ഫൈസൽ, ഓൾ ഗുഡ്? ഹായ് സർ, ഓൾ ഗുഡ്, ഓൾ ഗുഡ് സർ, ഓൾ ഗുഡ്. എടാ സാർ ഒരു പുതിയ സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഗിറ്റാർ ഗ്രൂപ്പ് വേണം. വിളിച്ചേക്കണം. Faisal, I need a catchy riff for the melody. പ്രഭേ, 2 bar cue. Okay. Stop. क्या यार? I don't want that. वो सही नहीं जा रहा है. कुछ स्ट्रमिंग ट्राई करो यार. फैजल, क्या यार? ये तो मुंबई में भी मिल जाएगा. I want that magic. We shouldn't waste our time. Let's look for someone else. इसे नहीं हो पा रहा. Damn. Well.
എന്താടാ? ഏയ് ഒന്നുമില്ല. പ്രഭേ, ആ മെലഡി മാത്രം, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇത് പ്ലേ. പ്രഭേ ഇതേണ്ടേ? റെഡി? ഓക്കേടാ. सर वन लास्ट टाइम सर. ओके कर लो. ഓക്കെ സാർ, താങ്ക് യു. പ്രഭേ ടേക്ക്. It's not, I wouldn't classify this as horror comedy. This is more like drama, heartfelt comedy. Oh, nice. I like it. Fazal, this is exactly what I want. താങ്ക് യു സാർ. പ്രഭേ വൻ പരിപാടിയാണ്, ഇത് തന്നെ വിളിച്ചു. Super. Add one more layer. ഫൈസലേ, ആ റിവേർബ് ഒന്ന് കയറ്റി വെച്ചേ, ഒരു ഐറ്റം കൂടി ഇടാം. റെഡി? Too good, yeah. Continue. Too good. You just made the tune better, Prabhendu. We'll do the full song together in Mumbai. Thank you, sir. Fazal, I'll ask Sadhya to coordinate. That is so sweet. ആക്ച്വലി എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ലൈക്ക് മൈ ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ്, എൻ്റെ ഇൻട്രസ്റ്റ്. പക്ഷെ മെയിൻ കാര്യങ്ങൾ ഒന്നും ഓർമ്മ വരുന്നില്ല. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, ഒന്നും. എക്സെപ്റ്റ് വൺ തിങ്. എന്ത്? ആരോ എവിടെയോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് യെസ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് someone wanted me to die. Okay. ഞാൻ സ്റ്റുഡിയോ വെച്ച് പറഞ്ഞു ഓർത്താം. നല്ല വോയിസ് ഉണ്ട് എല്ലുണ്ട്. ഗിഫ്റ്റഡ് ആണ്. She's not able to remember. Oh, that's so cute. അല്ല, വലിയ കുക്കിംഗ് പ്ലാൻസ് ഒക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി? ചേച്ചിനെ ഇത്രയും വേഗം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു? അത് അച്ഛൻ പപ്പൂൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പോന്നു. ബൈ ദ വേ, നിങ്ങൾ രണ്ടാളും എന്നാ മിണ്ടാത്ത? എന്നതാ റീസൺ? പപ്പു തന്നെ. അതിന് പപ്പു എന്നാ ചെയ്തത്? അത് അമ്മ മരിച്ച ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു. ബോഡി എടുക്കാറായപ്പോൾ പപ്പു കിടന്ന് ഭയങ്കര കൊര. അമ്മയായിരുന്നു അവൻ്റെ ഫേവറേറ്റ്. പുറകിൽ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അവൻ്റെ അടുത്തോണ്ട് വന്നു. അവൻ അവസാനമായിട്ട് അമ്മേനൊന്ന് കാണണമല്ലോ. അവനെ കണ്ടതും അച്ഛനൊറ്റ അലർച്ചയാണ്, പോലുണ്ടാവും. അച്ഛനൊരു ജീവികളെ ഇഷ്ടമല്ലായിരുന്നു. പപ്പൂനെ തിരിഞ്ഞു പോലും നോക്കൂല. ഞാൻ അവനെ കൊണ്ട് പുറത്തിറങ്ങി നിന്നു, ചടങ്ങുകളൊക്കെ തീരുന്നവരെ. എനിക്കും പപ്പൂനും അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള ലാസ്റ്റ് ചാൻസാണ് അച്ഛനൊന്നും ഇല്ലാതാക്കിയത്. പിന്നെ ഞാനങ്ങനെ മിണ്ടാറില്ല. പൂണൂലൂര് പിന്നെ അച്ഛനും. അത് അന്നല്ലേ? പ്രഭയ്ക്ക് ഇപ്പൊ പൂണൂലും ഉണ്ട്, പിന്നെ പപ്പുവിന്റെ ഫേവറേറ്റ് ആയിട്ട് അച്ഛനും ഉണ്ട്. പിന്നെ എന്നാത്തിനാ മിണ്ടാതിരിക്കുന്നത്? ഇനി പറ്റില്ല, അങ്ങനെ സെറ്റായി പോയി. എന്നാ അതങ്ങ് റീസെറ്റ് ചെയ്യും.
സി പ്രഭ, ഇപ്പൊ ഒരാളോട് പിണങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് വലിയ കഷ്ടപ്പാടാണ്. That is true. Life so short for all that. Points. Yeah, she really has a point. I agree. ആ പ്രഭ, ബോംബെയിലേക്കുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ വിരാജ് ത്രിവേദിയുടെ റെക്കോർഡിങ്ങിന്റെ. ഡൽഹിയിൽ വരുന്നില്ലേ ബോംബെക്ക്? വരാതെ പിന്നെ. എനിവേസ് ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. വേണ്ട വേണ്ട, എടുത്ത പണിയോ അമ്പലത്തിൽ കയറാത്തനാവും. ഒരു പ്രേതത്തിന് ഇത്രയും അടുത്ത് കണ്ടിട്ട് പ്രഭയ്ക്ക് എന്നാ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത? അതിന്റെ ആൻസർ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ. ദൈവത്തെ കാണാൻ പറ്റാത്തതുകൊണ്ട്. പ്രഭയ്ക്ക് മ്യൂസിക് കാണാൻ പറ്റുമോ? മ്യൂസിക് കേൾക്കാനില്ലേ പറ്റൂ. വി ക്യാൻ പ്ലേ ഓർ സിംഗ്. അതിപ്പോ പ്രിന്ററിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ ഇരിക്കും. ബട്ട് ഞാൻ ഉദ്ദേശിച്ച ഈ ഒറിജിനൽ സാധനം മ്യൂസിക് എങ്ങനെ ഉണ്ടാവും? അത് ടാലന്റും പ്രാക്ടീസും. എക്സാക്ട്ലി. ആ ടാലന്റ് ദൈവം, പ്രാക്ടീസ് പ്രാർത്ഥനയും. സിമ്പിൾ. ഒരാളെ തൊടാനെങ്കിലും പറ്റുമോ? ചുമ്മാ പറ്റും. Through the wind. ഇത് ഈ കാറ്റ് ഇപ്പോ That was my touch. കാറ്റാണ് easiest medium to do that. The soft breeze. ഇല്ല. Oh. Again. ഫോണിൽ വന്നടാ. കൊടുക്കില്ല പ്രഭേ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ഇവിടെ ഗാലറി നോക്ക്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്നാ റൂഡാ ആ ഫോണേ വാങ്ങിച്ചേ? പറയുന്നുണ്ടോ? ആ. That's just kids പ്രഭേ. പ്രഭേ ഇങ്ങനെ ലൈഫ് ലോങ് പേടിച്ച് ജീവിക്കാനാണോ പ്ലാൻ? ആണോന്ന്? അല്ല. Bro has some fighting skills. ഇനി മേലാൽ ഈ വക പരിപാടിയായിട്ട് എങ്ങാനും ഈ വഴി വന്നാൽ അടിച്ച് നിന്റെ മോന്തയുടെ പോറ്റൊന്നല്ലേ? അതെ. അതൊക്കെ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സെറ്റാണ്. റിപ്പോർട്ടാ, ഞാൻ നല്ല അമ്പലത്തിൽ കയറായിരുന്നത്. ഇതൊന്നും ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. എല്ലാം തന്റെ ഇഷ്ടമാണ്. Hmm. ദൈവമൊക്കെ നമ്മുടെ ഉള്ളിലല്ലേ. ഈ അമ്പലവും പള്ളിയും ഒക്കെ ആ ശക്തി കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെയേ ഉള്ളൂ. അച്ഛന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഞാൻ പൂജ ചെയ്ത് തുടങ്ങിയിട്ടും അമ്പലത്തിൽ കയറാത്തോണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ നല്ല ആത്മാർത്ഥമായിട്ടാണ് പൂജ ചെയ്യുന്നത്. അച്ഛനെ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് പൂജയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. Exactly. Hey. Are you okay, Sadhya? I'll be fine. Oh, she's Sadhya. These are your things. Thanks. He's such a fine Sadhya. Oh. Ravendu, beautiful. She's the one who found you. Oh. Hi, Sadhya. ഫൈസൽ പറയാറുണ്ട് പ്രവീണിന്റെ ഏറ്റവും വലിയ വെൽവിഷർ പുള്ളിയാ. ഓ. Shift to Mumbai soon. We need you here. ഞാൻ പ്രഭയുടെ ഫാനായി. എങ്ങനെ പ്ലേ ചെയ്യണേ? ഇതൊക്കെ നമ്മുടെ കഴിവല്ലേ നീ. പ്രവീന്ദുവിന് ഞാൻ നമ്മുടെ സർവീസ് അപ്പാർട്ട്മെന്റിന്റെ ഡോർ പാസ്വേഡ് അയച്ചിട്ടുണ്ട്. ലൊക്കേഷനും ഇവിടെ അടുത്താ. കിട്ടി. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റ് ഓക്കെ അല്ലേ? നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്ന ഒരു ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? രാവിലെ 6:30 അത് മതിയോ? ഞാനും പോകുന്നുണ്ട് അതില്. അത് ഓക്കെയാണ്. രാത്രി മുഴുവൻ റെക്കോർഡിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടിയെടുത്തു വന്നു. പ്രബന്ധം അടിപൊളിയാണല്ലോ. പെട്ടെന്ന് ഫിനിഷ് ചെയ്തില്ലേ? നിങ്ങളെ തണുത്ത് കാറ്റുണ്ടല്ലേ? ചേച്ചിക്ക് ഇന്ന് കുഴപ്പമുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ.
Classic heartbreak. കഴിക്കുന്നില്ലേ? കഴിക്കുന്നില്ലേ? പുള്ളിക്കാരിയുടെ ബോയ്ഫ്രണ്ട് ഇട്ടിട്ട് പോയത് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ്. നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. സാദിയ മണ്ണും ചാറും കഴിക്കുന്നില്ലേ? പാവ് ഭാജി. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വൃത്തിയാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ദേഷ്യവും പിണക്കവും ഇല്ലാതെ. Yeah, but that's a very mature take. Not everybody can do that. Easy അല്ല. Yeah, it's not easy. പക്ഷേ we get healed just by being nice to them. Did she get goosebumps? പ്രഭ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? I think I was in love. എനിക്കാരും ഇഷ്ടമായിരുന്നു. അയാളുടെ പേര് ഓർമ്മയുണ്ടോ? Probably she has a tragic love story. ഹായ് പ്രബിന്ദു, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരുമിച്ച് ബോംബെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നപ്പോ കൊച്ചി എത്തിയത് അറിഞ്ഞതുപോലുമില്ല. താങ്ക്സ് ഫോർ ദ കമ്പനി. നാളെ ഈവനിങ് ആണ് കസിൻ ബ്രദറിന്റെ സംഗീത് ഇവന്റ്. ഫ്രീ ആണെങ്കിൽ വരാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് കരുതി. ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. എന്നാ പൂക്കി പ്രഭയ്ക്ക് നാണമുണ്ടോ? ഇങ്ങോട്ട് വാ, ഒന്നിരിക്കും. പ്രഭ, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, പിന്നെ മിണ്ടായിരിക്കുമ്പോൾ ആ സൈലൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? The dialogues are really beautiful. അതല്ല, സി എനിവേസ് പുള്ളിക്കാരിയെ പ്രഭയ്ക്ക് ഇനിയും കാണേണ്ടതല്ലേ. സോ യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഇൻ മുംബൈ. നമുക്ക് ഇനി പോവാം പ്രഭേ. ഇത് ഔട്ടറിലാണ്, ബൈക്കിൽ പോണ റിസ്ക് ആണ്. അച്ഛന്റെ കാർ എടുത്തോളി. Come on, talk to your dad. ഈ കൊല്ലനേ ഇതൊരു കഴിഞ്ഞു പപ്പു. നമ്മൾ ഈ മുറിവ് ഉണക്കിയില്ലെങ്കിലേ അന്നത്തെ പോലെ ഡോക്ടർ വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. Dad is now so close to Papu. വിളിച്ചാ മതി, അച്ഛൻ അടുത്തുണ്ട് കേട്ടോ. ഉറങ്ങിയില്ലേ? ഇല്ല. പപ്പുവിനെ ഒരു മുറിവുണ്ട്. പുറത്ത് കിടത്തിയ ഈച്ചയെല്ലാം വന്ന് ആകെ ഇൻഫെക്ഷൻ ആവും. ഇവിടെ ആവുമ്പോ എനിക്കൊരു സമാധാനം. It's like because one son, it's like he found his son kind of not a replacement but the void that the younger one left in Papu, and it probably reminds, because they were so close, right? Papu and തുടങ്ങിയത് 2 വർഷമായി. ആദ്യം വലിയ കുറ്റിയായിരുന്നു. ഇത് ദീപ് കൊണ്ടുവന്നതാ. സുഖാണ്. He didn't know. Damn. Come on. അലമരക്കകത്ത് വെച്ചേക്കേ. അമ്മയുടെ ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാ ആഴ്ചയും തുളസി കഴുകിത്തരും. ഞാൻ ഇസ്തിരിട്ട് വെക്കും. Damn. Go hug your father. Damn. അച്ഛാ, ഞാൻ നമ്മുടെ കാർ നടന്നെടുത്തോട്ടെ. So sweet. Dad really wanted to hear that. He's so happy. Oh. എനിക്ക് പ്രഭയെ ഇഷ്ടമാണ്. She was a little jealous there. അതിപ്പോ
എനിക്കും ഡൽഹിയിലും ഇഷ്ടമാണ്. Not like that. I'm in love with you. Thank you. I love you too. ഞാനൊരു ഈഗോ ഇല്ലാതെ ഇത്രയും ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ പ്രഭ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പെട്ടെന്ന് വേറൊരാൾ വന്നപ്പോൾ ഞാൻ ആരും അല്ലാതായോ? എന്താ ഡൽഹിയിലും ഇങ്ങനെയൊക്കെ? താനല്ലേ സാദിനെ കാണാൻ വരാൻ പറഞ്ഞത്? ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും താനല്ലേ ഞങ്ങളെ കണക്ട് ചെയ്തത്? പ്രഭ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. Because when she saw them together, obviously then she started feeling jealous. You're the only one I have. Yeah, it's more that. I feel it's more that because she's like, only he can see her now. That's why. Prabha, love is not physical. എത്ര ദൂരം നിന്ന് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്, എത്ര പ്രായമായിട്ട് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്. It's about the deep emotional connect we share. നമ്മൾ രണ്ടാളും തമ്മിൽ അതുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാണ്, സാദി എന്നെ ഹഗ് ചെയ്തപ്പോ എനിക്കെന്റെ മനസ്സ് നിറഞ്ഞു. You're so selfish. പ്രഭയ്ക്ക് എന്ത് മാറ്റമാണ്? ഞാൻ കൂടെ വന്നിട്ട് പ്രഭയുടെ ലൈഫ് ബെറ്റർ ആയിട്ടല്ലേ ഉള്ളൂ. ഈ സാധ്യ പോലും വന്നത് ഞാൻ കാരണല്ലേ? എല്ലാ ആണുങ്ങളും കണക്ക് തന്നെ. I'm sorry. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. Ouch. മോക്ഷ പണ്ടേ എനിക്കാണ്. That would have hurt. Damn. നിനക്കൊന്നും വേറെ പണിയിലടാ പുല്ലേ. What, does she remember something? Does she remember something? Oh, we'll get her backstory now. Oh, Vineet is there. അനി, മോളൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതാണേ, നമ്മൾ ഇവരുടെ പേരൻസ് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയല്ലേ. സ്കിപ്പ് ദ ഇൻട്രോ, കാര്യം പറ. മോളൂട്ടിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഓക്കെ, സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ്, കോളേജ് ഫ്രണ്ട് വഴി. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് പുറകെ പലവരും വരും, കെയർഫുൾ ആവണമെന്ന്. അനി, ഞാനൊന്ന് പറയട്ടെ, ഇവളാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അയാളെ കണ്ട് ഒരു കാപ്പിയെ കുറിച്ച് കൊണ്ട് പോയിരുന്നു, അത്രേ ഉള്ളൂ. അയാൾക്ക് നിന്നെ ഇഷ്ടമാണോ? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഐ എം സോ ഷുവർ വി ഹാവ് എ ഡീപ്പ് ഇമോഷണൽ കണക്ട്. ഒരു ഫോട്ടോ കാണിച്ച എന്താ? മമ്മിക്ക് താടി ഇഷ്ടമല്ലല്ലോ. ഹി ഹാസ് എ ബിയേർഡ്. പിന്നെ ഹിന്ദുവാണ്. ആൻഡ് ഹി ഈസ് എ ലിറ്റിൽ ഓൾഡർ ദാൻ മീ. റിലാക്സ്. ആദ്യം പപ്പയെ ഞാനും കാണട്ടെ. ആളെവിടെ? പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. ഇങ്ങോട്ടൊന്ന് എത്തിക്കിട്ടണ്ടേ അമ്മേ? He's not coming. എന്തു പറ്റി? Okay. മമ്മി ഹാപ്പി ആയല്ലോ? സോറി പപ്പ, ഐ തിങ്ക് ഹി ഗെസ്ഡ് ഇറ്റ്. ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് മനസ്സിലായി. That's okay, മോളു. സാരമില്ല. നമ്മൾ ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നിന്റെ ജനറേഷന് കമ്മിറ്റഡ് ആവാൻ ഒരു മടിയുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ മോളോ. മമ്മിക്ക് എങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഐ തിങ്ക് ഈസ് കൺഫ്യൂസ്ഡ്. ഞാൻ സംസാരിച്ചാൽ ശരിയായിരിക്കും. Oh, she dies in a freak accident basically. Damn. Let this be a reminder to check when you're getting out of the car. Damn. പപ്പയ്ക്ക് മോൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഡോക്ടർ പറയുന്നത് ചേച്ചി പോയെന്നാണ്. Her brain is dead. Oh my God. ഈ
ഇമോഷൻ സപ്പോർട്ട് നിർത്തി ചേച്ചിയെ ഫ്രീ ആക്കാൻ. അവർക്ക് പപ്പയുടെ പെർമിഷൻ വേണം. They need a yes from me. Oh, the yes was from the father. പക്ഷേ മോന് കൂടി യെസ് പറയാതെ പപ്പ യെസ് പറയില്ല. Damn. ഞാൻ യെസ് പറഞ്ഞ ചേച്ചി ഹാപ്പി ആവോ? Damn. പ്രോമിസ്? യെസ്. Tragic. പപ്പയുടെ പേര് വിനോദ് മാത്യു മാഞ്ഞൂരാൻ. ഞങ്ങൾക്കൊരു പ്ലാന്റേഷൻ ഉണ്ട്, മാജിക് ഹിൽസ് പ്ലാന്റേഷൻ, കുട്ടിക്കാനത്ത്. ആനി എന്ന മമ്മിയുടെ പേര്. ചാക്കോയുടെ ശരിക്കുള്ള പേര് ജേക്കബ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും സെയിം നെയിം. പേരെന്താണ്? ഡെലുലു. നമ്മളിട്ട പേരല്ലേ? ശരിക്കുള്ള പേരെന്താ? Delulu means delusion. Means Maya. Maya. Maya Matthew. Oh. Damn. What a beautiful movie, yaar. So simple and yet so effective. എന്താ? ഞാൻ മായയുടെ ഒരു ഫ്രണ്ടാ. ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ഓ, മായ എപ്പോഴും പറയാറുണ്ട്, എത്ര വഴക്കിട്ടാലും മാറി എന്നാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മമ്മീനെയാണ്. ഭയങ്കര കള്ളിയാ. ഈ സെയിം ഡയലോഗ് അവളുടെ പപ്പയെക്കുറിച്ചും പറയും. ഞങ്ങളിപ്പോഴും ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ മിസ് ചെയ്യാറുമില്ല. അവളുടെ പപ്പ ഭയങ്കര വർക്കഹോളിക്കായി. ചാക്കു ആണെങ്കിൽ ഫുൾ പഠിത്തം, സ്റ്റോപ്പർ വരെയായി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മമ്മിക്ക് താടി ഇഷ്ടമല്ലല്ലോ. ഹി ഹാസ് എ ബിയർഡ്. പിന്നെ ഹിന്ദുവാണ്. ആൻഡ് ഹി ഈസ് എ ലിറ്റിൽ ഓൾഡർ ദാൻ മീ. She would think it's him. പേരെന്താ? ബിന്ദു. അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന പ്രഭേന്ദുവിനെ അല്ലേ? She said she did love him in a way. He'll say yes. അതെ. The breeze. He gave her parents closure, na? At least the mom. That was beautiful. That was a very selfless thing to do from his side. That was a really, really fun movie to watch. It's very heartfelt. It has a lot of great messaging and something or the other to take away from, despite the comedy part. I mean, I feel that the balance between the comedy and the emotional bits have been done really well. Firstly, let's start with the whole concept of Riya's character being a very good ghost, right? Because she's very lovable, she's very likable. I think casting wise they did a fantastic job, because the moment she's on screen there's a sense of positive energy, and she has an electrifying smile which fits the character description perfectly. Like, she's very chirpy, she's very positive, and I kind of understood from the behavior that her family must be really, really good. Like, she's been brought up in a very fun and loving family, and obviously we get to see that in the very, very end, that what kind of family dynamics she had. And
I loved how everything was getting foreshadowed with her life, because I kept saying right in the beginning that I would love to see what her backstory is, and obviously I was trying to make some guesses and all which were not correct, but I mean, as the movie went along, I was trying to make those guesses. But I loved, particularly in the writing, is how her character story was completely foreshadowed through her and Naveen's story. Like, it's a mirror image of what was happening in Naveen's life with all the characters around. It was a complete foreshadowing that what happened in her life, like the breakup thing, the way her boyfriend, whom we never get to see, not really boyfriend, she says that, you know, I think that he likes me, we have an emotional connection. All of those things were getting foreshadowed. The way she describes him, right? Naveen kind of fits the description, and I loved how it ended with Naveen's character giving the family some closure. He didn't have to, but that was a very, very selfless act that he did. And the way the movie ends with the breeze, it was more or less like a thank you from Ria's character. So I feel concept-wise, the movie sets up all these characters really well, especially Maya, because, you know, even the name was a foreshadowing. She calls herself Delulu, right? And it literally means like Maya, delusion. So I mean, the answers were right there in front of us, but I loved how everything comes together in the very end. Then when you talk about Naveen's character, Indu, very, very complex in terms of his thinking, because I felt that he's a very honest guy, that he comes from a family of priests, and obviously he has his own reasons why he has stopped believing in God and why he became an atheist. But as an atheist also, there is a certain level of respect he holds for his family members and for the work that they do, basically. Because when he sees being the assistant to, you know, Aju Varghese, that, okay, fine, I need money and I will do it as a job, he does it very sincerely. It's not like he's just, okay, yeah, I'll get some money and I'll just do it. I don't believe in God. But point is, it's not very explicitly shown, but from his behavior, you understand that he respects it, that others have faith, others believe in God. So if I'm performing a puja, if I'm performing a ritual, I am going to do it with utmost sincerity. So I really like that. It was not preached, it was not in your face, but obviously said in a very, very subtle way how his character actually is. Even with the father-son dynamics, the way they resolve kind of their issues, and when the ego melts with Pappu being there and he sees that his mother's things are all in place, and then, you know, it's a very simple dialogue, and it has been set up so well previously that, you know, you can use my car, right? That was a way to connect. That was a way that dad wanted to connect, right? And in the end, when he says that, can I take the car tomorrow for my use? So the way the father's expression changes, you know, it's just so well written. I feel that the way they have structured this entire story, the way they have shown all the dynamics and the relationships, everything, they have not spoon-fed you in terms of how this gets resolved. This has to be the explanation. I mean, it's not very, very direct. It's indirect, but done in a very, very well manner. The comedy bits also feel very organic, especially with Aju Varghese's character. I feel Aju and Naveen, they have a very good camaraderie on screen. Beautifully done. Even with Sadhya's character, it's a very subtle kind of love story. And I thought that, okay, do we need a love track? But then it does connect to Maya's story as well. So I think that again was very well done. I like the songs as well. The music was refreshing. Felt like a very, like a warm hug. But I think more than the melody of the songs, I loved the lyrics even more. I think the subtitle work was done very, very well. Plus the movie just looks and feels fantastic. It feels, in so many shots I was saying, it looks beautiful, it looks stunning. Obviously that is a perk that you have, an added perk when you're shooting in Kerala, because Kerala is, you know, scenically so beautiful. But the way it has been captured on camera, I think kudos to the cinematographer, did a really good job. And I think editing wise, it's a long movie, it's a 2.5 hour film. I did not feel the pinch of it because they have set up the characters really well. They have taken the time to set up the characters, especially Naveen's character, because otherwise, you know, for these kind of dramas, if you rush through it, it's a personal opinion, if you rush too much into it, then you are not going to feel the emotional connect. Like, this movie is all about feeling those emotions. It is the emotional connect that we are supposed to feel with the characters. So if
everything was rushed, then we wouldn't have really appreciated all the dynamics. So yeah, pacing, editing wise also, I didn't have any problem. And overall direction was fantastic. And I'm just so happy, lastly, that I want to talk about is Naveen. I am so happy for the guy that he has had a beautiful comeback with this movie. I feel that we have all been rooting for him to make a massive comeback. And if this is such a heartfelt movie, then why not? I'm really happy for him. And this kind of role suits Naveen so much, because Naveen, I mean, didn't you kind of get reminded of Premam a little bit? Like I did, because in Premam he had a certain kind of charm, right? And I feel that one action scene, that dishum, that one action scene, I feel that swag was kind of put, maybe it was a ode to Naveen's Premam character. I felt that. But also, I mean, because it was odd, right? We don't really get any scenes later with the three druggies, basically. So it was just like, okay, that storyline gets ended there. And it's fine. I did not mind that. Honestly, it was fun to watch. But I am really happy that Naveen has made a comeback with such a role, because there is a certain sense of charm and innocence that you need for these kind of roles. And Naveen completely carries that. And yeah, he was phenomenal. There's absolutely nothing that I can say that, oh, yeah, he was not like up to the mark or something like that. I think he was fantastic in the entire film. So yes, overall, I can completely understand why this movie did such good numbers at the box office. And I am glad that I actually did not watch any trailer for this, because it made me enjoy the movie even more. And I really wouldn't categorize this as horror comedy. I think horror maybe because it has a ghost, but I feel we should maybe call it a horror dramedy, because it has the drama and the comedy portions dominate the movie. So yes, that was my reaction to the entire film, Sarvam Maya, and my afterthoughts. Please let me know your thoughts in the comments, and with that I will end this video here, and I'll see you soon on my next one. Bye.